ഹലോ മുത്തുമണീസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിതാ സ്കൂളിലേക്ക് പോകും കേട്ടോ. രാവിലെ ഒന്ന് റീസ്കുട്ടി പാത്തുക്കുട്ടി പാത്തിരിക്കുന്നതൊക്കെ അവൾക്ക് കളറും യൂണിഫോമും ഒക്കെ ഇടാം കേട്ടോ. എന്ത് വേണമെങ്കിലും ഇടാം. ടാറ്റു പറ. ഇന്ന് റെജിക്കുട്ടിക്ക് ലീവ്, പനിയായ കാരണം റെജ് വന്നില്ല. ഞങ്ങൾ പോയിട്ട് അങ്ങനെ ഞങ്ങൾ മൂന്നാളും പാടെ റിയാസ്ഖാൻ്റെ വണ്ടിയിൽ അങ്ങനെ പോകുക കേട്ടോ. റിൻഷി പിന്നെ ഇന്ന് പോയിട്ടില്ല, അവൾക്ക് വയ്യാത്ത കാരണം. അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ വലിയ സ്കൂളാണ് കേട്ടോ, കാണിക്കാപാത എന്ന് പറയും. അപ്പം നമ്മൾ മേഴ്സി വഴി കേട്ടോ പോവുക. പിന്നെ ഞാൻ കുറേ ദിവസമായിട്ട് നമ്മുടെ റിജിക്കുട്ടിക്ക് ആധാർ എടുക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സ്കൂളിൽ വേണം പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അക്ഷയയിലേക്ക് വന്നതാണ് കേട്ടോ. അവിടുന്ന് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ റിജിക്കുട്ടിക്ക് ഭയങ്കര ക്ഷീണം, എന്താണ് ഒരേ ഇത് കേട്ടോ, ബുദ്ധിമുട്ട് അവൾക്ക്. ഞങ്ങൾ രാവിലെ റിജിക്കുട്ടിനെ രാവിലെ ഞങ്ങൾ എന്താണ് ഇതൊക്കെ കൊടുത്തു, ആവി പിടിച്ച് വന്നു. പിന്നെ അവൾക്ക് ഇന്ന് ഭയങ്കര ക്ഷീണം അല്ലേ റിജിക്കുട്ടിക്ക്. അപ്പോൾ ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് സ്കൂളിലേക്കൊന്നും പോകാനില്ല. ഒത്തിരി ആശ്വാസം ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല അല്ലേ. ഇനി ഇതപ്പോൾ പോകാൻ നിൽക്കുക കേട്ടോ. ഞാൻ രാവിലെ വന്നിട്ട് പിന്നെ ചോറ് ചെറുപയർ വെച്ചു. ചോറ് പിന്നെ വേവുള്ളതുകൊണ്ട് ഇറക്കി വെച്ചിട്ട് വയ്ക്കായിരുന്നു കേട്ടോ. പിന്നെ ചോറും ചെറുപയർ മുട്ട പൊരിച്ചതും നല്ല ഇഞ്ചിപ്പുളി അച്ചാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒക്കെ പാടെ. പിന്നെ റിയാസ്ക്ക് ചോറ് കൊടുത്തു. ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചു. അങ്ങനെ ബാത്റൂമൊക്കെ കഴുകി വിട്ടു. പിന്നെ ഇന്ന് ഇതപ്പം ഞാൻ പാത്തുക്കുട്ടിനെ വിളിച്ചിട്ട് വന്നു കേട്ടോ. അവൾ നല്ല ഉറക്കത്തിലാണ്. വിളിച്ച് വന്ന ശേഷം ഞാനെന്ത് കേട്ടി, നമ്മുടെ താഴത്തെ ടാങ്ക് ഉണ്ടല്ലോ, എന്തായാലും നനച്ചില്ലായിട്ട് ഞാനും കൂടി കഴുകിയില്ല എന്ന് വേണം. അപ്പോൾ ഞാനും ഉമ്മയും പാടെ നിന്ന് അതൊന്ന് സെറ്റ് അടിപൊളിയായി കഴുകിയെടുത്തു. അങ്ങനെ ആ പാടും കഴിഞ്ഞ് ക്ഷീണിച്ച് ഇവിടെ അങ്ങനെ വന്നിരിക്കുക കേട്ടോ. ഇനി ഇതെപ്പോൾ വെള്ളമായിട്ട് നമ്മൾ ആവി പിടിക്കാൻ വീണ്ടും പോകണം. ഒരു ദിവസം 2 നേരം. ഇപ്പം നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ. രാത്രിയായി അങ്ങനെ പനിച്ചിങ്ങനെ കിടക്കും. പനിയൊക്കെ പേരുണ്ട്. മരുന്ന് കുടിച്ചോ നീ? കുറേ നേരം എന്താ കാട്ടും. അപ്പം ഇനി ഞങ്ങൾ ആവി പിടിക്കാൻ പോവാം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് കുറച്ച് വീഡിയോ എടുത്തു. കുറച്ചിതാ ഞങ്ങളോട് കൂട്ടുകൂടി അല്ലേ. ആവി പിടിച്ചപ്പോൾ ഇത്തിരി ഒരു ഇത് നേരത്തെ ചുമൻ്റെ സൗണ്ട് വേറെ ഇരുന്നു കേട്ടോ. ഇപ്പോൾ സൗണ്ടിന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്, മാറ്റം വന്നിട്ടുണ്ട്. കാത്തുകുട്ടി പിന്നെ നല്ല ഉറക്കമാണ് കേട്ടോ. അവൾ സ്കൂളിൽ വന്നാൽ പിന്നെ അങ്ങനെ ഒന്ന് ഉറങ്ങും, കിടന്നുറങ്ങും. പിന്നെ എണിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് എണിക്കും അല്ലേ. ഇനി ഞാൻ റിജിക്കുട്ടി റിൻഷിമോളും ഇങ്ങനെ നടന്ന് പോവാം കേട്ടോ. റോട്ടിലേക്ക് ഇങ്ങനെ പോയിട്ട് അതാ റിൻഷി ഇവിടെ റെഡായിട്ട് ഓടുന്നുണ്ട്, റെഡായി നിൽക്കുന്നുണ്ട്. ഞാനിതാ തലയിൽ ഇത് ഹിജാബ് ഇട്ടിട്ട് കേട്ടോ. ഇനി ഫർദ ഇടണം, ഷോളും ഫർദയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പോവാണ്. അപ്പം ഞാൻ ചെയ്ത ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. റിൻഷിക്ക് ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. അവളൊന്ന് കുറച്ച് പഠിക്കാനുണ്ട് പറഞ്ഞിട്ട്. എപ്പോഴാണ് ആനുവൽ ഡേ എപ്പോഴാണ് സ്കൂളിൽ? ഇല്ലേ, സ്കൂൾ ട്രിപ്പ് കഴിയുമ്പോൾ 5 മണിയാവും റിയാസ്കാശ്. പിന്നെ ഇവൾക്ക് 4 മണിയാകത്തിന് ആവി പിടിക്കാൻ അവിടെ എത്രല്ലേ അവർ പൂട്ടിപ്പോവും. അപ്പോൾ ഡ്രമ്മ് കഴുകിയപ്പോൾ ഒന്ന് ഭയങ്കര ക്ഷീണം കേട്ടോ. പ്രശ്നം ഒന്ന് കിടക്കണം വിചാരിച്ചത്. അപ്പോൾ പിള്ളേയും കൊണ്ട് അങ്ങോട്ട് പോകണം, പോയിട്ട് വരാം കേട്ടോ. ആവി പിടിക്കാൻ പോകും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഡ്രമ്മാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കഴുകി കളിച്ച് നല്ല കാണിച്ചു തരാം നമുക്ക്. കണ്ട ഇരുള്ളു കണ്ട അടിപൊളിയില്ലേ. പാട് വെട്ട് കഴുകി മക്കളെ. അടിപൊളിയാക്കി. അപ്പോൾ നോക്ക്, ഇവള് വന്നില്ല, അവള് മടിച്ച. ഞാനും മമ്മിയും വേണം. വാ റജു വാ. ഞങ്ങളിങ്ങനെ നടന്ന് പോകണം ഗൈസ്. ഇങ്ങനെ ആക്കിയോ അത്? നീ എന്ത് വിചാരിച്ചതിനെ കുറിച്ച് ഗൈസ്? പറഞ്ഞു കൊടുക്കൂ ഗൈസ്. കണ്ട ബേമ്പൊക്കെ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കുറേ ദൂരം നടക്കണം കേട്ടോ. നമ്മുടെ ഹൗസ് വാടക വീട് ഇവിടെ ഇനി എത്ര നാളുണ്ടാവും എന്ന് അറിയില്ല. ഇവിടുന്ന് പോവും ഞങ്ങൾ അല്ലേ. ഞങ്ങളിങ്ങനെ നടന്നു പോടാ. ഇന്ന് വേസ്റ്റ് എടുക്കും. ഒരു വീട് പണി തീർന്ന് പകുതി പണിയായിട്ടാ. വീടൊക്കെ കാണുമ്പോൾ കൊതിയാണ് ഗെയ്സ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇത്ര ദൂരം വന്നു ഗെയ്സ്. നമ്മുടെ സ്വന്തത്തിലത്തെ ഒരു കുട്ടിയായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ആർക്ക് പേടി? റജിക്കുട്ടിക്കോ? ഹായ് പറ, ഹായ് പറ, ഹായ് പറ, ഹായ്. ഇങ്ങനെടുത്താ ഇതെന്താണ്? ഇവന് മുടി കണ്ടോ? നിങ്ങള് പെൺകുട്ടികളെ പോലെയല്ലേ ഇവരെ കാണുമ്പോ? ശരി നോക്കി പോട്ടാ. വൈകുന്നേരം ഓട്ടിക്കൂടാ.
വെയിലത്ത് കുട്ടിക്ക് കുട്ടി കൊടുക്കാൻ സ്പോട് ഞങ്ങളിങ്ങനെ കാറ്റും വെയിലും കൊണ്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. എത്ര ദൂരം നടക്കണം? റിയാസ്ക്ക് വണ്ടി വരുന്നവരെ ഞങ്ങൾ നടന്നു പോകണം അല്ലേ. ഞങ്ങളുടെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ എൻ്റെ കുഞ്ഞി ചെറുപ്പത്തിലുണ്ടല്ലോ റഞ്ചിക്കുട്ടിയുടെ പ്രായത്തൊക്കെ ഇതേ വന്നിട്ടുണ്ട്. ഇവിടേക്ക് അന്ന് മണ്ണാന്തറ എന്ന് അങ്ങനെ എന്തോ പറയും. ഇപ്പോൾ മേപ്പറമ്പ് അങ്ങനെ ഓരോ പേരാണ്. റോസാപ്പൂ അതെ മുള്ളുള്ള എന്താ ഇതിന് പറയാ? മുള്ളുള്ള പോലീസ് പിടിക്കോ? നല്ല പൂക്കളുണ്ട് കേട്ടോ. വണ്ടി അത്യാവശ്യം നോക്കുന്നത് ഇവിടെ കണ്ടോ, ഇഷ്ടംപോലെ പൂക്കളുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ നിറയെ പൂക്കളാട്ടോ. വലിയ വലിയ പൂച്ചട്ടികൾ പോലെ. ഇവിടെയുണ്ട് റോസ്, റെഡ് റോസ്. ഇവിടെ ഒരു വേപ്പ് ഉണ്ടല്ലേ, ഒരു ഫ്ലാറ്റ്. അങ്ങനെ ഞങ്ങൾ റോഡ് എത്തിയിട്ടോ. വീട്ടിൽ നിന്ന് കുറച്ച് നടന്ന് ഇതൊക്കെ വാടകയ്ക്കാട്ടോ. റോഡ് എത്തിയിട്ടോ. ഒരുപാട് ഫുള്ളായി എടുത്ത വീഡിയോ ഒരുപാട് ലെങ്ത് ആവും, നിങ്ങൾക്കും ബോറടിക്കും. കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഞങ്ങൾ നടന്ന് ഇവിടെ റോഡിൻ്റെ അവിടെ എത്തിയിട്ടോ. പിന്നെ ഞങ്ങൾ റോഡ് എത്തിയപ്പോൾ റജിക്കുട്ടിക്ക് നടക്കാൻ വയ്യ പറഞ്ഞപ്പോൾ ഒരു ഓട്ടോ പിടിച്ചു കേട്ടോ. ഓട്ടോ പിടിച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ ഹെൽത്ത് സെൻറ്ററിൽ വന്ന് ഇറങ്ങി. 80 രൂപ ആയിട്ടോ ഓട്ടോക്ക്. കുറച്ച് തിരക്കിന്നുണ്ടായിരുന്നുള്ളൂ. അവൾക്ക് ഒക്കെ എടുത്തു കേട്ടോ. ഇതാ റിയാസ് ഖാനെ കാത്ത് നിൽക്കുകയാണ്. ഞങ്ങളുടെ പഴയ സ്ഥലത്ത് ഞങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങളുടെ പഴയ അല്ലേ വെണ്ണക്കര. അങ്ങോട്ട് പോകണമെന്നുണ്ട്. റിയാസ്ക്ക് ചീത്ത പറയും. അല്ലെങ്കിൽ ഞങ്ങൾ പഴയ ആൾക്കാരെ ഒന്ന് കാണാൻ പോയിട്ടുണ്ട്. പക്ഷെ റിയാസ്ക്ക് ചീത്ത സമയം ഉണ്ടെങ്കിൽ പോവായിരുന്നല്ലേ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് റിയാസ് ഖാനെ കാത്തുനിന്ന് റിയാസ് ഖാൻ വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ഇടുക കേട്ടോ മുത്തുമണീസ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ഇട്ട് ഇനി നാളെ വരാം. അതുവരെയും ബൈ ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു.